ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഒരു യാത്ര പോവാണ് കേട്ടോ. യാത്ര പോണ വേറെ എങ്ങുമല്ല, അമ്പലത്തിൽ പോവാണ്. ചോറ്റാനിക്കര അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങി പോവാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ബസ്സിന് പോകാമെന്നാണ്. പക്ഷേ ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വെച്ചു. നമ്മുടെ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി, എന്നാലും നമുക്ക് നേരത്തെ എത്തണം, തിരക്കൊക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ ഓട്ടോ വന്ന് കൈ കാണിച്ച് കയറി. അങ്ങനെ ഓട്ടോയിൽ എല്ലാവരും കൂടി ഇരുന്നു. പിന്നെ കല്ലുമോൾ അമ്മയായിട്ട് ഇപ്പോൾ കൂട്ടായിട്ടോ. അമ്മയുടെ അടുത്താണ് ഇപ്പോൾ കല്ലുമോൾ ഇരിക്കുന്നത്. അങ്ങനെ കല്ലുമോൾക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നാലും രാവിലത്തെ ആ ഒരു യാത്രയിൽ ആൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി ഓട്ടോയ്ക്കാണ് പോയത്. പിന്നെ നമ്മൾ പോയത് ഇവിടെ കുരിക്കാട് വഴിയാണ് പോയത്. അപ്പോൾ ഓട്ടോയിൽ അങ്ങനെ പോയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഒരു 2 മിനിറ്റത്തേക്ക് ഗേറ്റട കിട്ടിയായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് എത്തി. ഞങ്ങൾ ഗേറ്റട വന്നപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഒരു 2 മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോയ്ക്ക് പോയത് കൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയായിരുന്നു. അങ്ങനെ ഗേറ്റട കിട്ടി. ഇപ്പോൾ ഈ ഗേറ്റടയുടെ സമയത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കടന്നൽ എവിടെ നിന്ന് വന്നെന്നറിയില്ല, നിമോച്ചൻ്റെ കയ്യിലിട്ട് വന്ന് വേഗം ഒരു കുത്ത് തന്നിട്ട് പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഗേറ്റടയൊക്കെ ട്രെയിൻ പോയി. അങ്ങനെ ഗേറ്റട തുറന്നു. ഞങ്ങളപ്പോൾ നേരെ ഇനി വേഗം പോവുകയാണ് കേട്ടോ. ചോറ്റാനിക്കരയിൽ നമുക്കിവിടെ അടുത്താണെങ്കിലും നമ്മൾ നേരത്തെ പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ പോകുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ലേറ്റ് ആകാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓട്ടോയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അമ്പലത്തിലെത്തി. പിന്നെ ബാഗും ചെരുപ്പും എല്ലാം നമ്മളവിടെ വെച്ചു കൂട്ടാ കൗണ്ടറിൽ. നമുക്കൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ചെറിയൊരു ബാഗൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ ബാഗിനകത്ത് പിന്നെ ഫുള്ള് വെള്ളവും പിന്നെന്താ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അവിടെ വെച്ചു. പിന്നെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ അവിടെ അമ്പലത്തിൽ വെക്കാനായിട്ടുള്ള ശർക്കരയൊക്കെ അമ്മ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അവിടെ ആ കടയിൽ കുറേ കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ ഞാനപ്പോൾ നോക്കിയതാ 2-3 ഞാൻ ഇങ്ങനെ കണ്ടതാണ്. ആനയുടെ തലയും ഒക്കെ ആയിട്ട് കണ്ടതാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കൃഷ്ണനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഈ ഗുരുവായൂർ പോണ ഒരു ഫീലാണ് കേട്ടോ ചോറ്റാനിക്കരയിൽ പോകുമ്പോൾ. കുറേ കടകളും എല്ലാം കൂടി കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. പിന്നെ കല്ലുമോളും അമ്പുക്കുട്ടനും ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ലൈനിൽ കൂടി കയറാൻ പറ്റി കേട്ടോ. ശരിക്കും ഞങ്ങളിപ്പോൾ ഈ നടക്കുന്ന ആ ലൈനിൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി തൊഴുതിട്ട് നിമോചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും കല്ലുമോൾ ഉറങ്ങി. പിന്നെന്താ അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നിമോചേട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കീഴ്ക്കാവിലോട്ട് പോയി, അവിടെയൊക്കെ തൊഴുതു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലത്തെ ആ ഒരു ചായ കുടിച്ച് ഇറങ്ങിയാണെങ്കിലും ഒരു യാത്രയൊക്കെ ആണെങ്കിലും. പിന്നെ ഫുഡ് വന്നു. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പൂരിയും കുറുമക്കറിയാണ് കേട്ടോ പറഞ്ഞത്. പൂരിയല്ല, പൊറോട്ടയും കുറുമക്കറിയാണ് പറഞ്ഞത്. അമ്മ പൊറോട്ട കഴിച്ചില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം. വിശപ്പിൻ്റെ ഒരു വിളി വന്നത് കൊണ്ട് തന്നെ ഞാൻ ആരെയും നോക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കുമായിരുന്നു കേട്ടോ. കല്ലുമോളെ തോളെ തന്നെ കിടത്തിയേക്കാണ്. കൈ മാറാൻ പോയില്ല. ചിലപ്പോൾ കൈ മാറി വരുമ്പോൾ ആൾ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മുടെ കളിപ്പാട്ടം മേടിക്കലാണ് കേട്ടോ. പിള്ളേർ സമ്മതിക്കത്തില്ല, വെക്കേഷനും കൂടിയാണല്ലോ, അവർക്ക് കളിക്കണമല്ലോ. അങ്ങനെ അമ്പുക്കുട്ടന് ഒരു ചേട്ടൻ്റെയും കല്ലുമോൾക്കൊരു കുഞ്ഞാനേനെയും പിന്നെ അച്ചിക്കുട്ടനൊരു ഫാനും കൂടി എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ ഓട്ടോയ്ക്ക് വന്നത്. അപ്പോൾ ഓട്ടോ വന്നപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ വേഗം കയറി. പിന്നെ ഗേറ്റട ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങൾക്ക് ഗേറ്റട കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ പോയി. ഒരു കുഞ്ഞു വ്ളോഗ് എടുത്തതാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ഫുഡൊക്കെ അടുത്ത ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കണമല്ലോ, അതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോലെ. ബൈ ബൈ.